ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മഹേഷ് ആണെങ്കിൽ മുഖം മൂടിയൊക്കെ അഴിച്ചു വെച്ചിട്ട്, അതായത് സിദ്ധാർത്ഥിൻ്റെ മാസ്ക് ഒക്കെ അഴിച്ചു വെച്ചിട്ട് വിമൽ പറഞ്ഞതുപോലെ തന്നെ മുഖം വാഷ് ചെയ്തിട്ട് ക്രീമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വാതിലിന് തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അവൻ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ ആരെങ്കിലും തന്നെ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ എടുപിടിയെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ വന്ന് മുഖത്ത് ആ ക്രീമൊക്കെ തേച്ച് പെട്ടെന്ന് തന്നെ മാസ്ക് എടുത്തിടുകയാണ്. ആ സമയത്തൊക്കെ അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിറയലാണ്, ആരായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. വാതിലാണെങ്കിൽ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ പേടിച്ച് വിറച്ച് സിദ്ധാർത്ഥിൻ്റെ മാസ്കൊക്കെ ധരിച്ചതിന് ശേഷം വീണ്ടും പോയിട്ട് വാതിൽ തുറക്കുകയാണ്. പക്ഷേ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് മലറിനെയായിരുന്നു. മലറിനെ കണ്ടതും മഹേഷിന് ശരിക്കും നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയേറെ തന്നെ പേടിപ്പിച്ചത് ഈ ഒരു ചെറിയ പെണ്ണായിരുന്നു എന്നുള്ളൊരു അർത്ഥത്തിൽ. എന്നിട്ട് ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥിൻ്റെ മുഖം വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ കഥക് തട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരു തവണ കഥകിൽ തട്ടിക്കഴിഞ്ഞാൽ ഞാൻ തുറക്കില്ല എന്നാണോ കരുതിയത്? അത്രയും ദേഷ്യത്തോടു കൂടിയാണ് അവൻ സംസാരിക്കുന്നത്. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ മുഖമാണല്ലോ ഉള്ളത്. മലര് ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛൻ എന്നോട് ഇങ്ങനെ ദേഷ്യത്തോട് സംസാരിക്കുന്നത്? അപ്പോഴാണ് മഹേഷിന് മനസ്സിലായത് സിദ്ധാർത്ഥിൻ്റെ മുഖം വെച്ചുകൊണ്ടാണ് താൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് സിദ്ധാർത്ഥ മലറിനോട് അങ്ങനെ സംസാരിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് ആ ഒരു സംശയം വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനവൻ്റെ ക്യാരക്ടറിൽ നിന്നും സിദ്ധുവിലേക്ക് മാറുകയാണ്. അയ്യോ, ഈ പെണ്ണിന് മനസ്സിലായി കാണോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ചുമ്മാതാടാ, ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യം വരുന്നത് പോലെ അഭിനയിച്ചതാണ്. അച്ഛൻ എന്നോട് ദേഷ്യത്തോടെ സംസാരിച്ചാന്ന് കരുതിയിട്ട് ഞാൻ വല്ലാതെ പേടിച്ചു പോയച്ചാ. അപ്പോൾ അവൻ പറയാണ്, അച്ഛൻ മോളെടുത്ത് ദേഷ്യത്തോടെ പെരുമാറോടാ എന്ന് പറഞ്ഞിട്ട് കവിളിലൊക്കെ പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് മലര് കാണുന്നത് സിദ്ധു, അതായത് മഹേഷ് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രീം, അത് വിമൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫേസ് ക്രീമാണത്. അപ്പോൾ അതവിടെ കണ്ട സമയത്ത് പെട്ടെന്ന് മലര് ചോദിക്കുന്നുണ്ട്, അതെന്ത് പേസ്റ്റാണച്ചാ? അതെന്താണെന്ന് സിദ്ധു പറയുന്നത് മുമ്പ് തന്നെ മലര് ഓടിപ്പോയി അത് എടുക്കുകയാണ്. അപ്പോഴേക്കും പിന്നാലെ സിദ്ധു വന്നിട്ടുണ്ടായിരുന്നു, ഏയ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മലരത് എടുത്തിട്ട് അവനോട് ചോദിക്കുകയാണ്, അച്ഛാ ഇത് എന്ത് പേസ്റ്റാണ് അച്ഛാ? അവൻ ശരിക്കും വല്ലാതെ ആശയക്കുഴപ്പത്തിലായി. എന്താണ് ഈ കുരുത്തം കെട്ട പെണ്ണിനോട് പറയാന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ്റെ മുഖത്ത് ആ ഒരു ഭാവഭേദം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം മലര് ചോദിക്കുകയാണ്, ഇത് വെച്ചിട്ട് എന്താ അച്ഛ ഒട്ടിക്കുക? മലരിനെ ഇപ്പം എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ള കൺഫ്യൂഷനിലാണ് മഹേഷ് നിൽക്കുന്നത്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവൻ പറയാണ്, അറിയില്ലടാ അച്ഛനെ. അപ്പം ഇത് അച്ഛൻ്റെ അല്ലേ? ഏയ് അല്ലടാ. അപ്പം പിന്നെ ഇതെന്തിനാ ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്? ഞാൻ കൊണ്ടുപോയി ഇത് കളഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് ഓടുവാണ്. ഏയ്, മഹേഷ് പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മലരത് ശ്രദ്ധിക്കുന്നില്ല. ഏയ്, എവിടെയാ കൊണ്ടുപോകുന്നേ എന്ന് പിന്നിൽ നിന്നും അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതും അവൾ കേട്ടിട്ടില്ല. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ ആകെ ടെൻഷനോട് കൂടി ചിന്തിക്കുകയാണ്, അയ്യോ, ഈ സമയം കെട്ട സമയത്ത് വന്നിട്ട് ആ പെണ്ണാണെങ്കിൽ അതിൻ്റെ ക്രീമും എടുത്തിട്ട് പോയല്ലോ. ഇനി മാസ്ക് അഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ഒന്നുകൂടെ വെച്ച് ഒട്ടിക്കുക എന്നൊക്കെ അവൻ ആകെ സംശയത്തിലായിരുന്നു. എന്നിട്ട് അവൻ ഫേസിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ച് ഓടുന്ന തിരക്കിലായിരുന്നു. പക്ഷെ അവർ 3 പേർ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടാ, അവൻ പോകുന്ന കണ്ടോ എന്ന് മറ്റവൻ ചോദിക്കുകയാണ്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ആ ഗുണ്ട മഹേഷായിട്ട് സംസാരിക്കുന്ന അവൻ പറയുന്നുണ്ട്, അയ്യോ, ഇവൻ ചത്തുപോയി കാണുന്നാണ് കരുതിയത്. എങ്ങനെയാടാ ഇവൻ വീണ്ടും ജീവൻ വെച്ച് തിരിച്ചു വന്നത്? അവനെ എത്രയും പെട്ടെന്ന് പിടിക്കണടാ, വാ എന്നും പറഞ്ഞിട്ട് അവർ 3 പേരും പിന്നാലെ സിദ്ധാർത്ഥിൻ്റെ പിന്നാലെ ഓടുവാണ്. അതേസമയം മഹേഷ് ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാർ, എന്താ ചന്ദ്രിക? അവൾ റൂമിന് പുറത്തു നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, വാ അകത്തേക്ക് വാ. അങ്ങനെ അവൾ അകത്തേക്ക് വന്ന സമയത്ത് അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രിക കരയുന്നത്? എന്തൊക്കെയാ സാർ സംഭവിച്ചത്? സാറ് താലി കെട്ടാൻ വേണ്ടി പോകുന്ന കൃത്യസമയത്ത് എൻ്റെ പുടവയിൽ തീ പിടിച്ച് കല്യാണം തന്നെ മുടങ്ങിപ്പോയല്ലോ സാർ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിതുമ്പി കരയാണ്. അപ്പോൾ മഹേഷ് ഇങ്ങനെ തല താഴ്ത്തിയിട്ട് കൗശലത്തോടെ അവളെ നോക്കുന്നുണ്ട്. അല്ലാതെ അവൻ മറുപടി ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താ സർ ഓരോ പ്രാവശ്യവും നമ്മുടെ കല്യാണം നടത്താൻ ശ്രമിക്കുന്തോറും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ നമ്മൾ രണ്ടുപേരും എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവുമോ സർ? നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതായിരിക്കുമോ? ചന്ദ്രിക കണ്ണുകൾ താഴ്ത്തി വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അവളുടെ കണ്ണീര് കണ്ടപ്പോൾ മഹേഷിന് ശരിക്കും ചിരിയാണ് വരുന്നത്. എനിക്ക് വല്ലാത്ത പേടി തോന്നുവാണ് സർ. അപ്പോൾ അതൊക്കെ അവൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അഭിനയിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ചന്ദ്രിക, എന്തിനിങ്ങനെ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്? ഇത് അസ്വാഭാവികതയുള്ള ഒരു പ്രശ്നമല്ല, സാധാരണയായിട്ട് നടന്നൊരു കാര്യം മാത്രമാണ്. അത് മനസ്സിൽ വെച്ചിട്ട് നീ എന്തിനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്?
അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ചന്ദ്രിക തിരിച്ച് അവനെയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രിക സിദ്ധാർത്ഥിനോട് ചേർന്ന് നിന്ന് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുകയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ സിദ്ധു, അതായത് മഹേഷ്, അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അവന് ശരിക്കും വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു ചന്ദ്രിക അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നപ്പോൾ. അപ്പോൾ മഹേഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ ആരാണെന്നറിയാതെ എൻ്റെ നെഞ്ചിൽ തലവെച്ച് കരയുകയാണല്ലേ, നന്നായിട്ട് കരയി. അത്രയും സമയം അവളെ ചേർത്ത് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിലും പിന്നീട് മഹേഷ് ഇങ്ങനെ കൈകൾ കൊണ്ട് അവളുടെ മുഷ്ടി ചുറ്റി ചുറ്റി കൂട്ടിക്കൊണ്ട് വന്ന അവസാനം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നമ്മുടെ കല്യാണം നടക്കുമോ എന്ന് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട് സർ. തീർച്ചയായിട്ടും നടക്കും, നീ ഒന്നിനെക്കുറിച്ചും വെറുതെ ആശങ്കപ്പെടേണ്ട. അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് ചന്ദ്രികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദുരുദ്ദേശത്തോടു കൂടി തഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കതകിന് തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. വേഗം ചന്ദ്രിക സിദ്ധുവിൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് മാറുകയാണ്. അപ്പോൾ മഹേഷ് ചിന്തിക്കുന്നുണ്ട്, ഈ സമയത്ത് ആരായിരിക്കും കതക് തട്ടുന്നുണ്ടാവുക? കാരണം ചന്ദ്രിക അവൻ്റെ നെഞ്ചിൽ കിടക്കുന്നത് അവൻ എൻജോയ് ചെയ്ത് വരികയായിരുന്നു. മലരോടി വന്ന് ചന്ദ്രികയെ കെട്ടിപ്പിടിച്ച് ചോദിക്കുകയാണ്, എന്തിനാ അമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ലടാ, അമ്മയ്ക്കൊന്നുമില്ല. കരയല്ലേ അമ്മ? എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ചന്ദ്രിക മലറിനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, മലർ, അമ്മയ്ക്കൊന്നുമില്ല, മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അപ്പോഴേക്കും മഹേഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ കോളിൽ നോക്കിയിട്ട് ആരാന്ന് നോക്കിയത് മനസ്സിലാക്കിയതിന് ശേഷം ചന്ദ്രികയോട് പറയുകയാണ്, ചന്ദ്രിക, എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം. ശരി സർ. അവൻ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്താണെങ്കിൽ സിദ്ധാർത്ഥ് മരണ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടി ഓടി അവൻ ഏകദേശം റോഡിനടുത്തെത്തിയ സമയത്ത് ഗുണ്ടകളും ഓടി തളർന്നിട്ടുണ്ടായിരുന്നു. അവർ പരസ്പരം പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലെത്തുവടാ, അതിനുശേഷം പിന്നീട് അവനെ പിടിക്കാൻ സാധിക്കില്ല. ഇവനെങ്ങാൻ ജീവനോടെ ഉണ്ട് എന്ന് ഇനി മഹേഷ് അറിയുകയാണെങ്കിൽ അവൻ നമ്മളെ കൊന്നുകളയും, വാടാ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പോവുകയാണ് അവന് പിന്നാലെ. അതേസമയം ജാനകിയും ലക്ഷ്മിയാണെങ്കിൽ ആകെ വെപ്രാളത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് വാസു അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം കല്യാണത്തിൻ്റെ മുഹൂർത്തത്തിൻ്റെ സമയം ഏകദേശം തീരാറായി. പുടവയും അതുപോലെ തന്നെ സിദ്ധാർത്ഥിനുള്ള ഡ്രസ്സും വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുള്ള മഹേന്ദ്രൻ ഇനിയും വന്നിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. അപ്പോൾ ലക്ഷ്മി ആകെ ടെൻഷനിലാണുള്ളത്. വാസു കാര്യം അന്വേഷിച്ചപ്പോൾ ജാനകിയാണ് പറയുന്നത്, ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനുള്ള പുതു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയ മഹേന്ദ്രൻ, അതായത് ഏട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല എന്ന്. അപ്പോൾ വാസു പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം. പക്ഷേ വാസു വിളിക്കുന്ന സമയത്തും ആദ്യം മഹേന്ദ്രൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് അവരുള്ളത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏട്ടൻ പോയിട്ടൊന്ന് നോക്കിയിട്ട് വരാമോ എന്ന് വാസുവിനോട് ചോദിക്കുകയാണ്. ശരി, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ വാസു പറയുമ്പോഴാണ് തിരിച്ച് വാസുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. മഹേന്ദ്രനായിരുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയനാണെന്ന് പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് എവിടെ എത്തി, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരുന്ന വഴി കാറ് സ്റ്റാർട്ടായിട്ടില്ലെന്നും അതുകൊണ്ട് ഒരു ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ നോക്കളിയാ, കാരണം മുഹൂർത്തത്തിൻ്റെ സമയം ഏകദേശം തീരാറായി. ഗുരുക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കറിയാം വാസു, ചന്ദ്രികയോട് ടെൻഷനൊന്നും ആവണ്ടെന്ന് പറഞ്ഞു, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അങ്ങോട്ടേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ കോൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ വാസു ആണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ലക്ഷ്മിയോടും ജാനകിയോടും പറയുന്നുണ്ട്. കാർ ബ്രേക്ക് ഡൗൺ ആയെന്നും അതുകൊണ്ട് മഹേന്ദ്രൻ ഓട്ടോ വിളിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഇനിയും 10 മിനിറ്റ് ആവുമെന്ന് കേട്ടതും ലക്ഷ്മി വല്ലാതെ വേവലാതിപ്പെടുവാണ്. കാരണം ആകെ 15 മിനിറ്റാണ് മുഹൂർത്തം അവസാനിക്കാൻ വേണ്ടിയിട്ട് ഗുരുക്കൾ കൊടുത്ത സമയം. 10 മിനിറ്റ് ആവും മഹേന്ദ്രൻ എത്താനെങ്കിൽ പിന്നീട് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരുങ്ങാനുള്ള സമയമൊന്നും പിന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വാസു ലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിക്ക് തന്നെ കല്യാണം നടക്കാൻ പറ്റും. നീ ഇപ്പോൾ തൽക്കാലം പോയിട്ട് ചന്ദ്രികയെ ആശ്വസിപ്പിക്ക്, വെറുതെ അവളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. ഞാനാണെങ്കിൽ ഗുരുക്കളടുത്ത് പോയിട്ട് അവരിപ്പോൾ പെണ്ണും ചെക്കനൊക്കെ ഇപ്പോൾ റെഡിയായിട്ട് വരുന്നൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് വാസു അവിടെ നിന്ന് പോവുകയാണ്. ലക്ഷ്മി അതുപോലെ തന്നെ ചന്ദ്രികയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചന്ദ്രികയുടെ കൂട്ടുകാരികൾ അവളിങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രികയെ അത് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ നീ ടെൻഷൻ ആവാതിരിക്ക്, നീ റെഡിയാവാൻ നോക്ക്, അപ്പോഴേക്കും നിൻ്റെ അച്ഛൻ മുഹൂർത്തത്തിനുള്ള പുടവയായിട്ട് വരും. ചന്ദ്രിക അതിനൊന്നും മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും ലക്ഷ്മിയും ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അമ്മ മുഹൂർത്തത്തിനുള്ള പുടവ വാങ്ങിയോ? വാങ്ങിയിട്ടുണ്ട്, 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തും. ചന്ദ്രിക വല്ലാത്ത ടെൻഷനിലാണുള്ളത് അമ്മ. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് സമാധാനം കിട്ടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് സമാധാനിപ്പിക്കുക, ഞങ്ങൾ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി വന്ന് അടുത്തിരുന്നപ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ അമ്മ, എനിക്ക് മാത്രം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ ജീവിതത്തിൽ അതിനും മാത്രം വലിയ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമോ അമ്മ? അവൾ സങ്കടത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളല്ല.
ചന്ദ്രിക, നീ ഓരോന്ന് ചിന്തിച്ചിട്ട് വെറുതെ മനസ്സിന് വിഷമം ഉണ്ടാക്കാതെ. നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ കല്യാണം നല്ല രീതിക്ക് തന്നെ നടക്കും. അപ്പം അവൾ തിരിച്ചു ചോദിക്കുകയാണ്, മുഹൂർത്തത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പേ അച്ഛൻ വരുമോ അമ്മ? വരും മോളെ. ഇനിയൊരു പക്ഷേ മുഹൂർത്തത്തിൻ്റെ സമയം കഴിഞ്ഞു പോയാൽ എന്താ അമ്മ ചെയ്യുക? അത് കേട്ടപ്പോൾ ജാനകിക്കും ടെൻഷനും സങ്കടവും ആവുകയാണ്. അവർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേ ചന്ദ്രിക, നിനക്ക് ഓരോന്ന് തോന്നുന്നതാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. മുഹൂർത്തത്തിൻ്റെ സമയം എത്തുന്നതിന് മുമ്പ് തന്നെ ഏട്ടൻ ഇവിടെ എത്തും, നല്ല രീതിക്ക് തന്നെ കല്യാണവും നടക്കും. പക്ഷേ ചന്ദ്രിക ഫുള്ള് നെഗറ്റീവ് മൈൻഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവൾ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, മുഹൂർത്തത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടും കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ആ കല്യാണ ജീവിതം നന്നായിരിക്കില്ല അല്ലേ അമ്മ? ഇല്ല മോളെ, അങ്ങനെയൊന്നും നടക്കില്ല. ചന്ദ്രിക, നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കേ. സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിനാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ചന്ദ്രിക തിരിച്ചു ചോദിക്കുകയാണ്, ഓരോ തവണയും കല്യാണം മുടങ്ങുന്നത് നല്ലതിനാണെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? അങ്ങനെ വിശ്വസിക്കാനാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കല്യാണം നടക്കുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിക്കും അത് കേട്ടിട്ട് വല്ലാത്തൊരു സങ്കടമാവുകയാണ്. അയ്യയ്യോ, എൻ്റെ മോൾ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ചന്ദ്രിക, നീ ധൈര്യമുള്ള പെൺകുട്ടിയാണ്, അങ്ങനെയുള്ള നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? നമ്മൾ ജനിക്കുമ്പോൾ നല്ല നേരം നോക്കിയിട്ടല്ല മോളെ ജനിക്കുന്നത്. നമ്മൾ എപ്പോഴാണോ ഈ ഭൂമിയിൽ ജനിക്കേണ്ടതെന്ന് ദൈവം നിശ്ചയിക്കുന്നത്, ആ സമയത്താണ് ദൈവം നമ്മൾ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതവും. നേരം, സമയം, അതുപോലെ നല്ല കാര്യങ്ങൾ എന്നുള്ളതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി വെച്ചതാണ്. നല്ല നേരം നോക്കിയിട്ട് കല്യാണമൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ അതിലെത്ര പേര് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്? അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു മനപ്പൊരുത്തം പോലെയേ ഉണ്ടാവുള്ളൂ ചന്ദ്രിക. അപ്പോൾ മുഹൂർത്ത നേരം കഴിഞ്ഞാലും കല്യാണം നടത്താം എന്നാണോ അമ്മായി പറഞ്ഞു വരുന്നത്? ചന്ദ്രിക തിരിച്ചു ചോദിക്കുകയാണ്. അതിന് രണ്ടുപേർക്കും മറുപടി ഇല്ലായിരുന്നു. മാത്രമല്ല ലക്ഷ്മി പറയുന്നുണ്ട്, മുഹൂർത്ത നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ വരും മോളെ. നിന്റെ കല്യാണം തീർച്ചയായിട്ടും കുറിച്ച നേരത്ത് നല്ല സമയത്ത് തന്നെ നടക്കും. അങ്ങനെയൊക്കെ ചന്ദ്രികയെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ആകുലത അവരുടെ രണ്ടുപേരുടെയും മുഖത്തുണ്ടായിരുന്നു. അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നാലെ അവരും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ കയ്യിലുണ്ടായിരുന്ന ഒരു വടി വെച്ചിട്ട് സിദ്ധുവിൻ്റെ കാലിന് എറിഞ്ഞിട്ട് അവനെ വീഴ്ത്തുകയാണ്. അങ്ങനെ അവൻ്റെ തൊട്ടടുത്ത് എത്തിയതിന് ശേഷം അവനെ തല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥം അവനെ കൊണ്ടാവുന്ന പോലെയൊക്കെ അവരെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. 3 പേരെ അവനും തിരിച്ചു തല്ലുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ചന്ദ്രികയും ലക്ഷ്മിയും ജാനകിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മഹേന്ദ്രൻ്റെ വരവിന് വേണ്ടിയിട്ട്. ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവരാകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം സമയം ഇങ്ങനെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് മുഹൂർത്തത്തിൻ്റെ. ആ സമയത്ത് വാസു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ജാനകി, അളിയൻ വന്നിട്ടുണ്ട്. പിന്നാലെ തന്നെ മഹേന്ദ്രനും വരികയാണ്. അയാളുടെ കയ്യിലൊരു കവറുണ്ടായിരുന്നു. ഇതാണ് മുഹൂർത്തത്തിൻ്റെ ചന്ദ്രയ്ക്കുള്ള പുടവ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, സിദ്ധുവിന് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ലേന്ന്. ഓ, അതും വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളത് പോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രിക, എത്രയും പെട്ടെന്ന് റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അത് അവളെ ഏൽപ്പിക്കുകയാണ്. അവൾ റെഡിയാകാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് മഹേന്ദ്രനും വാസുവും കൂടിയിട്ട് സിദ്ധാർത്ഥിൻ്റെ, അതായത് മഹേഷിൻ്റെ മുറിയുടെ വാതിൽക്കൽ പോയി തട്ടുകയാണ്. വാതിൽ തുറന്നപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ സിദ്ധു, ഇത് പുതിയ ഡ്രസ്സാണ്, രണ്ടുപേരും പുതിയത് തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് വാസു അത് സിദ്ധുവിനെ ഏൽപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മണ്ഡപത്തിലേക്ക് വരണം, മുഹൂർത്തത്തിനുള്ള സമയമായി, എത്രയും പെട്ടെന്ന് വാട്ടോ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേന്ദ്രനും പിന്നാലെ പോവുകയാണ്. അവർ രണ്ടുപേരും പോയെങ്കിലും മഹേഷ് ഇങ്ങനെ കൗതുകത്തോടെ അവർ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആരാണെന്ന് പോലും അറിയാതെ എന്നോട് മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് പോവുകയാണല്ലേ. എന്നിട്ട് വാതിൽ പൂട്ടുന്നുണ്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്. ആ സമയത്താണെങ്കിൽ സിദ്ധാർത്ഥ് വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടുവാണ്. അവനവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ വെച്ചിട്ട് ചന്ദ്രികയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവർ വീണ്ടും അവനെ കണ്ടുപിടിച്ചിട്ട് അത് അവനവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ വരികയാണ്. അങ്ങനെ സിദ്ധു വേഗം അവർ കാണാതെ ഒരു കെട്ടിടത്തിൻ്റെ പൊളിഞ്ഞൊരു ഭാഗമുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവൻ ചന്ദ്രികയെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രിക ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അവളുടെ ഒരു കൂട്ടുകാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക വേഗം ഫോൺ എടുത്തിട്ട്, അറിയാത്തൊരു നമ്പർ പോലെയാണ് അവൾക്ക് തോന്നുന്നത്, അവൾ ഫോൺ എടുത്തിട്ട് ഹലോ ചന്ദ്രിക എന്ന് സിദ്ധു പറയുന്നുണ്ടെങ്കിൽ അത് അവൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതാരാ സംസാരിക്കുന്നത്? ചന്ദ്രിക, ഞാൻ സിദ്ധാർത്ഥ സംസാരിക്കുന്നത്. സിദ്ധു പറഞ്ഞെങ്കിലും അവൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കാരണം ആ കിണറ്റിലുണ്ടായിരുന്ന ആ ഒരു അസ്വസ്ഥതയും ഒക്കെ കഴിഞ്ഞിട്ട് അവൻ സംസാരിക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ സംസാരം പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന പെണ്ണ് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, നിങ്ങളോട് മണ്ഡപത്തിലേക്ക് വേഗം പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് അത്രയും സങ്കടത്തിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞത് അവൾ കേട്ടിട്ട് പോലുമില്ല. ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഫോൺ വീണ്ടും ചെവിയിൽ വെക്കുമ്പോൾ പറ എന്ന് പറയുന്ന സമയത്ത് സിദ്ധാർത്ഥ് വീണ്ടും പറയുന്നത്, ചന്ദ്രിക, ഞാൻ സിദ്ധുവാണ് സംസാരിക്കുന്നത്.
ഹലോ, ഞാൻ കേൾക്കുന്നില്ലേ നിങ്ങൾ പറയുന്നത്, എനിക്ക് വ്യക്തമാവുന്നില്ല, ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക കോള് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചന്ദ്രിക ഞാൻ സിദ്ധുവാ സംസാരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ചന്ദ്രിക ഫോണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ഞാൻ സിദ്ധു സിദ്ധു ഹലോ 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 എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഫോൺ കട്ടായിട്ടുണ്ട്. ഗുണ്ടകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി സിദ്ധു വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ ചന്ദ്രികയാണെങ്കിൽ ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് സിദ്ധു വിളിച്ചത് വാസുവിനെയാണ്. അവിടെയാണെങ്കിൽ കല്യാണത്തിനുള്ള സമയം എടുത്തതുകൊണ്ട് തന്നെ നാദസ്വരമൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാസുവിൻ്റെ ഫോൺ റിങ് ചെയ്തിട്ട് അയാൾ അറ്റൻഡ് ചെയ്തെങ്കിലും സിദ്ധു പറയുന്നതൊന്നും അയാൾക്ക് കേൾക്കുന്നില്ല. ഹലോ അച്ഛാ, ഞാൻ സിദ്ധുവാ സംസാരിക്കുന്നത്. ഹലോ ഹലോ അയാൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹലോ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കുന്നില്ല. സിദ്ധു മാക്സിമം ശബ്ദം ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ സിദ്ധുവാണ് സംസാരിക്കുന്നത്. പക്ഷേ ഗുണ്ടകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി അവന് കൂടുതൽ സൗണ്ടിൽ പറയാനും പറ്റില്ല. അച്ഛാ ഞാൻ സിദ്ധാർത്ഥാണ് സംസാരിക്കുന്നത്. ആരാ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നത്? നാദസ്വരത്തിൻ്റെ ശബ്ദം കാരണം ഒന്നും കേൾക്കാനും പറ്റുന്നില്ല. ആരാണെന്ന് ആർക്കറിയാം. പിന്നീട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അയാളും കോള് കട്ട് ചെയ്തിട്ട് ഫോണ് കീശയിലിടുകയാണ്. സിദ്ധുവിന് വല്ലാത്ത ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു. പിന്നീട് മഹേന്ദ്രനെയാണ് വിളിക്കുന്നത്. മഹേന്ദ്രനും സെയിം അതേ അവസ്ഥ തന്നെ. നാദസ്വരത്തിൻ്റെ ശബ്ദം കാരണം അയാൾക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അയാൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ കല്യാണത്തിൻ്റെ തിരക്കാണ്, നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അങ്കിൾ ഞാൻ സിദ്ധാർത്ഥാണ് സംസാരിക്കുന്നത്. അങ്കിൾ അങ്കിൾ എന്നൊക്കെ സിദ്ധു ഒരുപാട് തവണ പറഞ്ഞെങ്കിലും അതൊന്നും മഹേന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. മഹേന്ദ്രൻ കോള് കട്ട് ചെയ്ത സമയത്ത് സിദ്ധു ചിന്തിക്കുന്നുണ്ട്, എന്താ അങ്കിൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ ഇവിടെയാണുള്ളത്, പക്ഷേ എൻ്റെ മോളുടെ കല്യാണമാണെന്ന് ഒരു ടെൻഷനും ഇല്ലാതെയാണല്ലോ അങ്കിൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? സിദ്ധുവിന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. കാരണം അവിടെ മഹേഷ് വേഷം മാറി സിദ്ധാർത്ഥായിട്ട് നിൽക്കുന്നതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ അവൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.